നമസ്തേ എവരി വൺ. നമ്മുടെ ഈ കോഴ്സ് ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ പറയാനായിട്ട് പോകുന്നത് ഒരു മാർക്കറ്റിങ്ങിനെ കുറിച്ച് മാത്രമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലും പ്രൊഫൈലിലും ഞാനിപ്പോൾ 42 പുസ്തകങ്ങൾ എഴുതി കഴിഞ്ഞു. അതുപോലെ തന്നെ ഒരു 10-65 രാജ്യങ്ങളിൽ പോയി യാത്ര ചെയ്ത് പല ക്ലാസ്സുകളും എല്ലാം എടുത്തു. ഇനിയിപ്പോൾ എനിക്ക് ഈ ആൾക്കാരെ കോണ്ടാക്ട് ചെയ്യാനും ഇടപെടാനും ഒക്കെ ചെയ്യുമ്പം പഠിപ്പിക്കാനായിട്ട് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. കൂടുതൽ എഴുതാനും പിന്നെ തന്നെ ഓൺലൈൻ പ്രോഗ്രാം ഒരുപാട് ചെയ്യേണ്ടതായിട്ട് വരുന്നു. എങ്കിലും ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഞാനിത് പറയാൻ കാര്യം, എന്നോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ യു ക്യാൻ മേക്ക് ലോട്ട് ഓഫ് മണി ഉണ്ടാക്കുക എന്ന് മാത്രമല്ല, ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് പേരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത് ഞാൻ എങ്ങനെയെന്ന് പറയാം. ഇപ്പോൾ ഒരുപാട് പ്രോഗ്രാം നമുക്ക് യു കെ എന്ന് ചോദിക്കാറുണ്ട്. യു കെയിലൊക്കെയാണെങ്കിൽ നമുക്ക് കമ്പനിയേ ഉണ്ട്. പക്ഷേ അവിടെ പോയി നിൽക്കാനോ മാർക്കറ്റ് ചെയ്യാനൊന്നും ടൈമില്ല. അപ്പോൾ ജസ്റ്റ് ക്ലാസ് എടുത്തിട്ട് പോരാനേ പറ്റുള്ളൂ. യു എസ് ആണെങ്കിൽ ഇത് തന്നെയാണ്. അപ്പോൾ ഒരു 10 വർഷത്തെ വിസ എക്സ്പയർ ചെയ്ത് വീണ്ടും 10 വർഷത്തെ ഉണ്ട്, നോ ഇഷ്യൂ. കാനഡ ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും എനിവെയർ ഇൻ ദ വേൾഡ് നമുക്ക് യു ക്യാൻ ഹാവ് ദ പ്രോഗ്രാംസ് ഇൻ ഇംഗ്ലീഷ്. അപ്പം മലയാളികളാണെങ്കിലും എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമുണ്ട്, സിമ്പിൾ ഇംഗ്ലീഷ് അല്ലേ. അപ്പോൾ പ്രോഗ്രാം നമുക്ക് എൻ്റെ യൂട്യൂബൊക്കെ കണ്ടിട്ട് പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ അവസാനം കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുവാണെങ്കിൽ മാർക്കറ്റ് ചെയ്യുകയോ, സോ ആസ് ആൻ ആന്ത്രപ്രനർ ഒരു ഇവൻ്റ് മാർക്കറ്റിംഗ്, ഒരു കോഴ്സ് മാർക്കറ്റിംഗ് ആളായിട്ട് ചെയ്യാൻ പറ്റുന്ന പലരും കൂടിയിട്ടും ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു നമുക്കൊരു ഹെൽപ്പായിരിക്കും. പിന്നെ പ്രോഗ്രാം റിസീവ് ചെയ്യുന്ന ആൾക്കാർക്കും, കാരണം ഒരു പ്രോഗ്രാം വേണ്ട ആൾക്ക് എന്നെ കൊണ്ടുവരാനായിട്ട് അവർക്ക് ഓർഗനൈസ് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഇത് ചെയ്യുക വഴി പലപ്പോഴും എനിക്ക് നിങ്ങളുടെ പല പ്രോബ്ലത്തിനും നേരിട്ട് 1 to 1 എനിക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് ഓർഗനൈസ് ചെയ്യുന്ന ആൾക്കാരുടെ പ്രോബ്ലത്തിന് എനിക്ക് നേരിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും, ആൻസർ തരാനായിട്ട് പറ്റും. ഇത് നിങ്ങൾക്കുള്ള നേട്ടം എന്ന് പറഞ്ഞാൽ ഒരു എൻഹാൻസ്ഡ് സെൽഫ് അവെയർനെസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്കിത് ഓർഗനൈസ് ചെയ്യുക വഴി ഒരുപാട് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, സോഷ്യൽ അക്സെപ്റ്റൻസ്, എല്ലായിടത്തും നമ്മുടെ അസോസിയേഷൻസ് അല്ലേ ഉള്ളൂ. സോ അതുപോലെ തന്നെ നമുക്ക് ഗ്രേറ്റർ ഇമോഷണൽ ഇൻ്റലിജൻസ്, ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ, പിന്നെ നമ്മുടെ ഒരു ക്ലാരിറ്റി ഓഫ് വിഷൻ, അവിടെ നമ്മൾ ഒരുപാട് പേരുടെ വിഷന് സഹായിച്ചു, അത് നമുക്ക് ലൈഫിനൊരു പർപ്പസാണ്, നല്ലൊരു ലീഡർഷിപ്പ് എടുത്തു എന്നുള്ളൊരു സമാധാനമുണ്ട്. സോ നമുക്ക് പലതിൽ നിന്നും ഇതിലേക്ക് മാറുമ്പോഴത്തേക്ക് നമുക്കൊരു ശ്രദ്ധേയമായ നേട്ടം ഉണ്ടാക്കാനായിട്ട് പറ്റും. കൂടുതലും ഇൻ്റർനെറ്റിൽ കൂടെയുള്ള കമ്മ്യൂണിക്കേഷനും വാട്സപ്പിൽ കൂടെയുള്ള കമ്മ്യൂണിക്കേഷനും സോഷ്യൽ മീഡിയയിൽ കൂടെ ഉള്ളത്, ഇല്ലെങ്കിൽ ഓൺലൈൻ ഇതിൽ കൂടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്താൽ മതി. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ ചെയ്താൽ മതിയാവും. എന്നിട്ട് നമുക്കിപ്പോൾ ഇന്നൊരു പർട്ടിക്കുലർ ഡേ ഒന്നും അല്ല നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പറഞ്ഞാൽ നേരത്തെ തന്നെ പ്രോഗ്രാം ഡിക്ലെയർ ചെയ്തിട്ട് വരാനുള്ള താല്പര്യമുള്ളവരെയൊക്കെ വെച്ചിട്ട് നമ്മളെപ്പോഴും ഒരു കൗൺസിലിംഗ് കൊടുക്കും. അപ്പോൾ അവർക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് അവർക്ക് വരാൻ ഏറ്റവും സൗകര്യമുള്ള കൺട്രിയും സിറ്റിയും നോക്കി വളരെ നേരത്തെ തന്നെ ചെയ്തതിന് ശേഷമായിരിക്കും, എല്ലാവരും ഒരു നെറ്റ്വർക്ക് ആക്കിയതിന് ശേഷമായിരിക്കും. അപ്പം ഓർഗനൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് സമയനഷ്ടമോ പണനഷ്ടമോ ഒന്നും വരരുത്. വരുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ വളരെ നേരത്തെ തന്നെ ബുക്കിംഗ് ഒക്കെ ചെയ്ത് സൗകര്യമായിട്ട് അതൊരു ടൂറിസമായിട്ടൂടെ ലിങ്ക് ചെയ്ത് എൻജോയ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ ഇത് അങ്ങനെ സമയം തന്നെ അല്ലാതെ ഓർഗനൈസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻ അഡീഷൻ ടു ദെയർ ജോബ് ഓർ ബിസിനസ് ദേ ക്യാൻ ഹാവ് അഡീഷണൽ ഇൻകം, അഡീഷണൽ മണി. അപ്പോൾ അവർക്ക് അവരുടെ ടൈം മാനേജ് ചെയ്യാൻ, അവരെയും പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട്, പിന്നെ ഇവരും എല്ലാവരും തന്നെ ഡിസിഷൻ മേക്കിങ്ങിൽ ബെറ്റർ ആകാനായിട്ട്, മൈൻഡ് പവർ വളരെ വർദ്ധിപ്പിക്കാനായിട്ട്, നമുക്ക് വളരെ നല്ല രീതിയിലുള്ള മെഡിറ്റേഷൻ ഭയങ്കര ഡെപ്തിൽ നമുക്ക് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ നമുക്ക് ഗ്രേറ്റർ അഡാപ്റ്റബിലിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, നെറ്റ്വർക്കിംഗ്. കാരണം ഇതിൽ വരുന്ന ആൾക്കാർ എപ്പോഴും നിങ്ങളുടെ ബ്രദേഴ്സിനെ പോലെയോ നിങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത ആൾക്കാരായിട്ടൊരു കൊളാബറേറ്റീവ് ഓപ്പർച്യൂണിറ്റീസിന് പറ്റിയതായിരിക്കും. കാരണം നമ്മുടെ ബില്യണയർ മൈൻഡ് സെറ്റ് ചെയ്ത ആൾക്കാരൊക്കെ 10-12 വർഷം മുമ്പൊക്കെ ചെയ്ത ആൾക്കാർ ഇപ്പോൾ എത്രയോ കോടിയുടെ ബിസിനസ് അവർ കൂടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മലയാളികൾ ലോകത്ത് എല്ലാ സ്ഥലത്തും ഉണ്ട്. പക്ഷെ ഒരുപാട് പേര് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുന്നത് എംപ്ലോയീസ് ആയിട്ടാണ്. നമുക്ക് എംപ്ലോയീസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ സ്ലോലി എംപ്ലോയറായിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള സ്റ്റഫ് എൻ്റെ കയ്യിലുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടൊരു വേദി ഒരുക്കി തരുമ്പോൾ, അപ്പോൾ ഓഫ് കോഴ്സ് അവരുടെ പേയ്മെൻറ്റൊക്കെ വാങ്ങിച്ചിട്ടാണ്. അപ്പോൾ യാത്ര ചിലവും ബാക്കി ചിലവും ഇത് ഓർഗനൈസ് ചെയ്യുന്നവരുടെയും ഡിജിറ്റൽ മീഡിയയുടെയും നത്തിങ് ഈസ് ഫ്രീ ഇൻ ദിസ് വേൾഡ്. അപ്പം പക്ഷേ നമുക്ക് വളരെ നേരത്തെ തന്നെ 6 മാസം 3 മാസം മുമ്പൊക്കെ ഓർഗനൈസ് ചെയ്യുന്നതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതിൽ കാണുന്ന വാട്സപ്പിലേക്ക് ഒരു ഇതിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഓൺലൈനിൽ സൂമിലിരുന്ന് സംസാരിച്ച് സാധ്യതകൾ നിങ്ങൾക്ക്, പിന്നെ ഇതിൻ്റെ എല്ലാം മാർക്കറ്റിംഗ് കൊളാട്രൽസ് എല്ലാം തരാം.
അപ്പോൾ അങ്ങനെ തന്നു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വരാനുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാരെല്ലാം അവിടെ വെച്ച് നമ്മളൊരു കൗൺസിലിംഗ് എല്ലാം കൊടുത്തതിന് ശേഷം പിന്നെ പതിയെ ഒരു ഡേറ്റ് ഒക്കെ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനൊന്നും ആദ്യം വലിയ പൈസ മുടക്കൊന്നുമില്ല. അപ്പോൾ അവിടെ നമുക്കൊരു ഡെലിഗേഷൻ പറ്റും, ലെവറേജിങ് പറ്റുന്നുണ്ട്. ഒരുപാട് പേരുടെ പ്രോബ്ലം, ഇപ്പം മാരേജുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് വളരെ വലുതായിട്ടുണ്ട്. ഡിപ്രഷൻ്റെ ഇഷ്യൂ ഒരുപാടുണ്ട്. ഫൈനാൻഷ്യൽ സ്കിൽസ് പ്രശ്നമായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. പിന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ കൺസ്യൂമർ സൈക്കോളജി, പോസിറ്റീവ് സൈക്കോളജി, പിന്നെ നമുക്ക് മാർക്കറ്റിംഗ് കേപ്പബിലിറ്റി, സെയിൽസ്മാൻ സ്കിൽസ്, പിന്നെ അതുപോലെ തന്നെ സ്ട്രാറ്റജിക് തിങ്കിങ് ആയിട്ടുള്ളത്, ഇംപ്രൂവ്ഡ് കസ്റ്റമർ റിലേഷൻഷിപ്പ്, എൻഹാൻസ്ഡ് സ്റ്റോറി ടെല്ലിങ്. പിന്നെ നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസിന് മീൻസ് നമ്മുടെ സെക്കൻഡ് ജനറേഷൻ ആൾക്കാർക്കൊക്കെ, ഞാനിപ്പോൾ US ഒരുപാട് ചെയ്തിരുന്നു. സെക്കൻഡ് ജനറേഷൻ കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് കൗൺസിലിങ് ഒക്കെ ഒരുപാട് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ചേർച്ചുമായിട്ടൊക്കെ കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ, അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പിന്നെ ബൈബിളും ഖുറാനും വേദങ്ങളും എല്ലാം വായിക്കുന്ന ആളാണ്. അപ്പോൾ ഏത് റിലീജിയനുമായിട്ടും അതിൻ്റെ എല്ലാം നല്ല വശങ്ങൾ എടുത്ത് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാനായിട്ട് എപ്പോഴും ഞാനത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ ഇതുവഴി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാനുമായിട്ട് കൊളാബറേറ്റ് ചെയ്തു പോകാം. എനിക്ക് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഓൺലൈനിലും യൂട്യൂബിൽ കൂടെയും പിന്നെ നേരിട്ട് വന്നും പുസ്തകം വഴിയൊക്കെ ഐ ക്യാൻ ഗീവ് ലോട്ട് ഓഫ് ന്യൂ സ്റ്റെപ്സ്. പ്രധാനമായിട്ടും ബിസിനസ്സുകൾ വളരെ വലുതാകാനായിട്ട്, മൈൻഡ് എക്സ്പാൻഡ് ചെയ്യാനായിട്ട്, പിന്നെ മൈൻഡ് മാസ്റ്ററി പോലുള്ള പ്രോഗ്രാം, മൈൻഡ് മാജിക് പോലുള്ള പ്രോഗ്രാം, NLP സെയിൽസ് മാസ്റ്ററി പോലുള്ള പ്രോഗ്രാം, ഇങ്ങനെയുള്ള പിന്നെ ദ ബില്യണയർ മൈൻഡ് സെറ്റ് പ്രോഗ്രാം, ഇങ്ങനെയൊക്കെയുള്ള പ്രോഗ്രാംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് രാജ്യത്തു നിന്നാണേലും ആ ഒരു റീജിയനിൽ വെച്ച് നടത്തുമ്പം പോലും നിങ്ങൾ കൊളാബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, വലിയ നമ്പർ ഇല്ലെങ്കിൽ പോലും ആ കൊളാബറേഷൻ വരുമ്പോഴത്തേക്ക്, ഇപ്പോൾ ജർമ്മനിയും ഫ്രാൻസും ആംസ്റ്റർഡാമും എല്ലാം കൂടെ ചേർത്തിട്ടാണെങ്കിലും നമുക്ക് അങ്ങനെയൊക്കെ നമുക്ക് ഒന്നിച്ച് ചെയ്യാനായിട്ട് പറ്റും. സോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലൊന്ന് ഒരു വാട്സപ്പ് നിങ്ങൾ ഡ്രോപ്പ് ചെയ്യണം. ഞാൻ ഇതേ ലൈനിൽ തന്നെ ഇത് പറഞ്ഞുകൊണ്ട് വീണ്ടും നിങ്ങൾക്ക് മെസ്സേജ് ഇടുന്നുണ്ടായിരിക്കും. ഇതിൽ കൂടെ തന്നെ ഇതേപോലെ സിമിലറായിട്ട് ഇടുന്നുണ്ടാകും. അപ്പോൾ നിങ്ങളൊരു ഗ്രൂപ്പ്, പർട്ടിക്കുലർലി ഇൻ ഗൾഫ് റീജിയൻസ്, അപ്പോൾ അവിടെ നമുക്ക് എല്ലാ GCC രാജ്യങ്ങളിലും, അപ്പോൾ എനിക്ക് പിന്നെ UAE എനിക്ക് ഗോൾഡൻ വിസയുണ്ട്. ബാക്കിയുള്ള രാജ്യത്താണെങ്കിലും ഇപ്പോൾ പലയിടത്തും ഇന്ത്യൻ വിസയുടെ പ്രശ്നം ഉദിക്കുന്നില്ല, ജസ്റ്റ് അങ്ങ് വരാവുന്ന കാര്യമുള്ളൂ. ചിലയിടത്ത് വേണം, എന്തായാലും പ്രോബ്ലം ഇല്ല. നമ്മുടെ മലയാളികൾ ഒരുപാട് പേരുണ്ട്, എൻ്റെ വ്യൂവേഴ്സും ഉണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ കുറേശ്ശെ ആൾക്കാരുണ്ടെങ്കിൽ അതിലൂടെ എല്ലാം നമുക്ക് വലിയ ബിസിനസ്സിലേക്ക് നീങ്ങാനായിട്ട്, എത്തിക്കലി വളരെ സ്ട്രോങ് ആകാനായിട്ട്. പിന്നെ നമ്മളിപ്പം മറ്റൊരു കാര്യം ഞാൻ ചെയ്യുന്നത്, കേരളത്തിലെ ഒരു ടൗൺഷിപ്പ്, 18 ഏക്കറിൻ്റെ ഒരു ടൗൺഷിപ്പ് കോഴിക്കോട് സിറ്റിക്കകത്ത് തന്നെ ചെയ്യുന്നുണ്ട്. അതിനകത്തൊരു 5 സ്റ്റാർ ഹോട്ടലും, അതുപോലെ ഒരു 300ഓളം അപ്പാർട്ട്മെൻറ്റും, ഒരു 120ഓളം വില്ലാസും കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ നമ്മൾ വയനാട്ടിലൊരു 318 ഏക്കർ തോട്ടം എടുത്തിട്ട് അതിനെ നമ്മൾ റിസോർട്ടാക്കി കൺവേർട്ട് ചെയ്യാനുള്ള, ഗവൺമെൻറ്റുമായിട്ടൂടെ ചേർന്നുകൊണ്ട് ചെയ്യാനായിട്ടുള്ള പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആൾക്കാരൊരു 10-70 വയസ്സ് കഴിഞ്ഞാൽ 100 വയസ്സ് വരെ ഇനി അടുത്ത കാലത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ഈ പാസീവ് ഇൻകം, ജോലി ചെയ്യാതെ റെഗുലറായിട്ട് ഇൻകം വന്നുകൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെയാണ് സാധ്യത. അതിൽ നിന്ന് റെഗുലറായിട്ടൊരു ഇൻകം വന്നുകൊണ്ടിരിക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒൺലി ഫോർ അവർ സ്റ്റുഡൻസ്, അപ്പോൾ അതിൻ്റെ പുറത്തെനിക്ക് വിൽക്കാനോ നോക്കാനൊന്നും നേരമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം, കാരണം റിയൽ എസ്റ്റേറ്റിൽ ഒരേ ഒരു ബുക്കേ നമുക്ക് കേരളത്തിലുള്ളൂ, അത് ഞാൻ എഴുതിയതാണ്. ഇന്ത്യയിൽ ആകപ്പാടെ 2-3 ബുക്സേ ഉള്ളൂ. ഞാനെല്ലാം USA കിടന്നാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷെ അത് വളരെ ഭംഗിയായിട്ട് എനിക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം മിസ്റ്റേക്ക് ഇല്ലാത്ത രീതിയിൽ, ലോസ് ഇല്ലാത്ത രീതിയിൽ, റിസ്ക് ഇല്ലാത്ത രീതിയിൽ ബിസിനസ് ചെയ്യാനും ഒക്കെയുള്ള കാര്യങ്ങളാണ് എന്നെക്കൊണ്ട് തരാനായിട്ട് പറ്റുന്നത്. മറ്റു രാജ്യത്താണെങ്കിലും പറ്റും, ഇപ്പം US അറ്റ്മോസ്ഫിയറിലാണെങ്കിലും UK എവിടെയാണെങ്കിലും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചൊരു ഇമ്പ്രൂവ്ഡ് ബ്രാൻഡിങ്, നാടും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ആൾക്കാരുമായിട്ടൊരു വിസിബിലിറ്റി കൊണ്ടുവരാനായിട്ടും, പിന്നെ നിങ്ങളുടെ തന്നെ ഒരു എൻഹാൻസ്ഡ് പബ്ലിക് സ്പീക്കിങ്ങും, ഒരു പ്രസൻറ്റേഷൻ സ്കിൽസും, അതുപോലെ കോർപ്പറേറ്റ് മാനേജ്മെൻറ്റ് സ്കിൽസും ഒക്കെ കൊണ്ടുവരാനായിട്ട്, പിന്നെ കുട്ടികൾക്കാണെങ്കിലും കലാപരിപാടികളൊക്കെ മുന്നോട്ട് വരാനും, മറ്റ് നമ്മളെപ്പോലുള്ള ആൾക്കാരിലൊക്കെ ഇന്ത്യൻസുമായിട്ടൊക്കെ കൂടുതൽ മറ്റ് റീജിയനിലുള്ളവരുമായിട്ട് കണക്ട് ചെയ്യാനും. ഇതിനകത്ത് വേറെ പൊളിറ്റിക്സ് ഒന്നുമില്ല. അപ്പം എപ്പോഴും നന്മയ്ക്ക് വേണ്ടി മാത്രമാണുള്ളത്. നമുക്കൊരു ഇൻ്റർനാഷണൽ ചേംബർ ഓഫ് കൊമേഴ്സ് തന്നെയുണ്ട്. അപ്പം ലൈഫ് ലൈൻ ഇൻ്റർനാഷണൽ ചേംബർ ഓഫ് കൊമേഴ്സ് എന്നാണ് പറയുക. അപ്പോൾ അത് നമ്മുടെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്നുണ്ട്. അപ്പോൾ ട്രേഡിന് പോകുന്ന ആൾക്കാർ ഒരുപാട് ഹെൽപ്പ് ചെയ്യാവുന്നൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്കുണ്ട്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും അവിടുത്തെ ഗവൺമെൻറ്റുമായിട്ടൊക്കെ വെച്ച് ഒരുപാട് അവിടുത്തെ പിന്നെ ചേംബർ ഓഫ് കൊമേഴ്സുകളുമായിട്ട് ചേർന്നൊക്കെ ആഫ്രിക്കൻ റീജിയനിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഭയങ്കര സാധ്യതകളുടെ ഒരു കലവറയാണ്.
നിങ്ങൾക്കൊരു ഗ്രേറ്റർ അപ്രിസിയേഷൻ, ഇതൊക്കെ നിങ്ങൾക്ക് ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാൻ കുറച്ചുകൂടെ ലൈഫ് മീനിങ് ഫുൾ ആക്കാനായിട്ട്. ഇപ്പം എൻ്റെ ലൈഫ് ഏറ്റവും സന്തോഷകരമാകുന്നത്, ഞാൻ നേരത്തെ മുതൽ ട്രെയിനിങ് കൊടുത്തിട്ടുള്ള 10-12 വർഷം മുമ്പൊക്കെ ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ആൾക്കാർ ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് മികവ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ, ഭയങ്കരമായ മികവുണ്ടാക്കി, വലിയ വലിയ കെട്ടിടങ്ങളും മറ്റൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അവരുടെ ബിസിനസ് കാണുമ്പോൾ എനിക്ക് ശരിക്കും ഒരു പത്മശ്രീ കിട്ടിയതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഓരോ ആൾക്കാരുടെ വിജയങ്ങളും കാണുമ്പോൾ എൻ്റെ ഫുൾഫിൽമെൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു പത്മശ്രീ കിട്ടിയതുപോലെയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ സാറ്റിസ്ഫാക്ഷൻ. നിങ്ങൾ ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ടായിരിക്കും 3 വർഷം 5 വർഷം 7 വർഷം കഴിഞ്ഞ ചില ആൾക്കാരുടെ ഭയങ്കരമായ ലോകത്ത് മാറ്റം ഉണ്ടാക്കി വരുമ്പം നിങ്ങൾക്കും അഭിമാനിക്കും ഞാനൊരു ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ടാണ്. സോ അറിവ് എനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ആൻഡ് ഡയറക്റ്റ്ലി. അപ്പോൾ എന്നോട് കൂടി നിന്ന് ആൾക്കാരെ മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ reasonably good money you can have, lot of business you can have, and we can be together. So നമുക്ക് why don't you join us? Okay. അപ്പോൾ ഇതുവഴി നിങ്ങൾക്കൊരു ഗ്രേറ്റർ കോൺഫിഡൻസ് ഉണ്ടാകും, ഗ്രേറ്റർ എബിലിറ്റി ഉണ്ടാകും, ക്രൈസിസ് മാനേജ്മെൻറ്റ് സ്കില്ല് വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എവിടെയും നിങ്ങളുടെ ബ്രാൻഡ് എത്തിയിട്ടുണ്ടാവും. ഒരു ഗ്രേറ്റർ അലൈൻമെൻറ്റ് വിത്ത് പേഴ്സണൽ വാല്യൂസ് നമുക്ക് എപ്പോഴും ഉണ്ടാവും. അതുകൂടാതെ നമുക്ക് തന്നെ എല്ലാ സ്ഥലത്തും നമുക്ക് നമ്മൾ ചെയ്തതിൻ്റെ ഒരു അപ്രിസിയേഷൻ, ഒരു അസോസിയേഷൻ ചെന്ന് കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞാൽ അത് ഓർക്കില്ല. പക്ഷേ ഇതൊരിക്കൽ ട്രെയിനിങ് കൊടുത്താൽ എന്നും ആൾക്കാർ ഓർക്കും നമ്മൾ കൊടുത്തിട്ടുള്ളത്. സോ ഞാൻ കൊടുത്തിട്ടുള്ള പല ട്രെയിനിങ്ങിൻ്റെ ആ ഇമേജ് എല്ലാം എൻ്റെ മനസ്സിൽ കിടക്കുകയാണ്. സോ നമുക്ക് അംബീഷ്യസ് ആയിട്ടുള്ള പല കാര്യങ്ങളും, ബിസിനസ് ഗോളുകൾ അച്ചീവ് ചെയ്യാനും ലൈഫിൽ ഒരു ഗ്രേറ്റർ സെൻസ് ഓഫ് ഫുൾഫിൽമെൻറ്റ് ഉണ്ടാക്കിയെടുക്കാനും, സോ എൻഹാൻസ്ഡ് എബിലിറ്റി ഉണ്ടാക്കിയെടുക്കാനും, അതുപോലെ തന്നെ നമുക്കൊരു നിങ്ങളെ സ്വയം ഇൻസ്പയർ ചെയ്യാനും മോട്ടിവേറ്റ് ചെയ്യാനും നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കാനും. പിന്നെ മോർ ഓവർ നിങ്ങളൊക്കെ വലിയ ബിസിനസ്സിലേക്ക് ഇതുവഴി വരുവാണെങ്കിൽ ഐ ക്യാൻ മെൻറ്റർ യു, ഐ ക്യാൻ ഹെൽപ്പ് യു. ഓക്കെ, എനിക്ക് അത്യാവശ്യം ബിസിനസ്സിൻ്റെയും സമ്പത്തിൻ്റെയൊക്കെ ആ ഒരു ഞാൻ റീച്ച് ചെയ്തതാണ്. എനിക്ക് ഐ വോണ്ട് ടു ഗീവ് ബാക്ക് ടു ദ സൊസൈറ്റി. അപ്പോൾ അതിൽ നിങ്ങളും കൂടെ വന്നാൽ അതൊരു മീനിങ് ഫുൾ ആവുകയുള്ളൂ. സോ പ്ലീസ് മലയാളീസ് ട്രൈ ടു ജോയിൻ അസ്. സോ ഇതിലുള്ള നമ്പറുമായിട്ട് ബന്ധപ്പെട്ട് അതിലൊരു വാട്സപ്പ് അയച്ചാൽ മാത്രം മതി. സോ വി വിൽ സിറ്റ് ഓൺലൈൻ മീറ്റിംഗ്, വീഡിയോ കോൺഫറൻസ് ചെയ്ത് നമുക്ക് സംസാരിക്കാം. ഓൾ ദ ബെസ്റ്റ്.